ചേച്ചി ചേച്ചി എന്തോ ചേച്ചി എനിക്കത്ര പവറ് പോരല്ല. ചേച്ചി വേണമെങ്കിൽ അടുക്കള എടുത്ത് കുടിക്കട്ടെ. കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞു പറഞ്ഞിട്ട് ചാച്ചി. യെസ് ഞാൻ ഇത്തവണ വിളിച്ചാ കേട്ടായിരുന്നാ? കേട്ടല്ലോ. പിന്നെ വിളിയൊക്കെ എന്ത്? നീ പരിസരം പോലെ നോക്കാതെ ജെറ്റ് പോണ പോലെയല്ലേ പോയത്? ഞാൻ വിചാരിച്ച ചേച്ചി അവിടെ സോഫ ഇരിക്കുമായിരിക്കുന്നു. ചേച്ചി ഇവിടെ ഇരിക്കുവായിരുന്നു. അത് ശരി, നീ വിചാരിക്കുന്നിടത്ത് ഒക്കെ ഞാൻ ഇരിക്കണോ? വേണ്ട, ചേച്ചി ഇവിടെ തന്നെ ഇരുന്നാ മതി. എന്നാ വെള്ളം കുടി. ചൂടുണ്ട്, സൂക്ഷിച്ചു കുടിക്കണം, പൊള്ളരുത്. പിന്നെ നീ എവിടെ പോണ്? ഞാൻ പുറത്തുവരെ പോണു. പുറത്തു വരെ പോണെന്നാ? ഓ, അപ്പൊ വെള്ളം കുടിച്ചിട്ട് ഈ ഗ്ലാസ് അടുക്കള എല്ലാരും കൊണ്ട് നോക്കും, നിന്റെ കെട്ടിയോട് കൊണ്ട് നോക്കൂ. ഞാൻ കൊണ്ടു വെക്കാം. കുടി കുടി കുടിച്ചിട്ട് പെട്ടെന്ന് ഗ്ലാസ് ഇട്ട് സമയമില്ല. ഇത്ര വെപ്രാളം എന്തിന്? പയ്യെ കുടിച്ചിട്ടേ ഗ്ലാസ് തരത്തുള്ളൂ. പയ്യെ കുടിച്ചിട്ട് തന്നാ മതി. പെട്ടെന്ന് വെച്ച് തന്നാ കൊള്ളായിരുന്നു. കേശു മോനെ, ഓ, നീ ഇപ്പൊ നിന്റെ മനസ്സിൽ എന്താ വിചാരിക്കണേന്ന് ചേച്ചിക്ക് നല്ലോണം അറിയാം. എന്ത്? അവൾ ഇരിക്കുന്നോടത്ത് വെള്ളം കൊണ്ടേ കൊടുക്കണം, കുടിച്ചു കഴിയുമ്പോ ഗ്ലാസ് തിരിച്ച് അടുക്കളയിൽ കൊണ്ടേ വെക്കണം, അവളുടെ തലമണ്ട നോക്കി ഒരെണ്ണം കൊടുത്താലോ എന്നല്ലേ നീ ആലോചിച്ചത്? അല്ല, കറക്റ്റ് അല്ല. ഒരിക്കലും കറക്റ്റ് ആവില്ല. എന്തിനാ ചേച്ചി? അങ്ങനെ ഇപ്പൊ മോൻ വിചാരിച്ചാലും ചേച്ചിക്ക് ഒന്നുമില്ല. നിനക്കെന്നെ ഒന്നും പറയാനോ ചെയ്യാനോ പറ്റൂല. കാരണം ഞാൻ നിന്റെ ചേച്ചിയാണ്. ഓ തന്നെ. മോൻ ഇവിടെ ഇരി. ഇവിടെ ഇരി. എന്തിനു ഞാൻ ഇരിക്കണ? ഞാൻ ഇരിക്കാൻ പറഞ്ഞിരുന്നോളാം. എന്തൊക്കെ പറഞ്ഞാലും ഈ വീട്ടില് ഇപ്പോഴത്തെ ഗ്രഹനാഥൻ ഞാനാണല്ലോ, അല്ലേ? തന്നെ തന്നെ. എന്താണ് നിനക്ക് സമ്മതിച്ചാൽ ഇത്ര ബുദ്ധിമുട്ട്? തന്നെ തന്നെ. എടാ ഒന്നില്ലെങ്കിലും നിനക്ക് കോളേജിൽ പോകാനുള്ള വണ്ടിക്കാശ് വരെ ഞാനല്ലേ തന്നത്. ഓ, നീ ടീഷർട്ട് ആര് മേടിച്ചതാ? ചേച്ചി മേടിച്ചു തന്നെ. ഈ പാൻസോ? ചേച്ചി മേടിച്ചു തന്നെ. ഈ വാച്ചോ? തന്നെ ചേച്ചി മേടിച്ചു തന്നെ. അപ്പൊ എന്റെ ചേച്ചി പറയുന്ന പോലെ ഇവിടെ ഇരി. ഇരുന്ന് അവിടെ ഇരി. என்ன லட்சு? എടാ പോവാ. என்ன லட்சு? തുടയ്ക്ക പോറേ വരാന്താ. തുടയ്ക്ക പോറയാ? ആ, ഇന്ന് ഏതാണ് ദിവസം? വെള്ളിയാഴ്ച. ഞായറാഴ്ച തുടയ്ക്കാം. என்ன ലച്ചു? തണ്ണിയും മോപ്പെല്ലാം എടുത്താച്ചല്ലേ, തുടക്കട്ടും. അതവിടെ വെച്ചാ പോരെ. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഞായറാഴ്ച തുടയ്ക്കാം. ഞായറാഴ്ച ആകുമ്പോ ഇവിടെ ഇഷ്ടം പോലെ പണിയുണ്ട്. ആ പുറത്തത്തെ മാവിലെ കരിയില മൊത്തം കുന്നുകൂടി കിടക്കുക, അതൊക്കെ അടിച്ചു വാരി കത്തിക്കണം, പിന്നെ പുറത്ത് തുടയ്ക്കണം, കുറെ പണിയുണ്ട്. നമുക്ക് ഞായറാഴ്ച എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അങ്ങ് ചെയ്യാം. ലച്ചു, ഇപ്പൊ ഞാൻ തുടച്ചിട്ട് പറയണേ. പറഞ്ഞതങ്ങ് കേട്ടാ മതി. ഞായറാഴ്ച ചെയ്യാന്ന് പറഞ്ഞില്ലേ, നമുക്ക് ഞായറാഴ്ച ചെയ്യാം. ഞായറാഴ്ച നിങ്ങളങ്ങ് ചെയ്തോളൂ. ആ, ഞാൻ ചെയ്യും. അതുപോലെ നീയും ഇവിടെ നിക്കണം. എന്ത്? ശരി, നിക്ക. ഈ പെണ്ണത് മര്യാദക്ക് തുടച്ചേനെ. തുടച്ചോട്ടെ, തുടക്കേണ്ടത് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞായറാഴ്ച തുടക്കാന്നല്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറയുന്ന അങ്ങ് കേട്ടാ മതി. ഓ, അതിന് അതുകൊണ്ട് പോയേ. പോയേ. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു ഞാൻ ഇവിടെ ഉള്ളവർക്ക് കേൾക്കാൻ ഭയങ്കര പാടാ. അമ്മൂമ്മ എവിടെ പോണ്? ഒരുപാട് ജോലിയുണ്ട്. എവിടെ ജോലിയുണ്ട്? അടുക്കളയിൽ ഒരുപാട് ജോലി കിടക്കുന്നു. അടുക്കളയിലെ ജോലിയൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. ആദ്യം കുറച്ചേരം വന്ന് കിടന്നേ. എന്തിന് കിടക്കാൻ പറയാൻ കിടന്നാ മതി. ഗ്ലാസ് കുടിച്ചേ. ഓ, എണീച്ചേ. അപ്പുറത്തോട്ട് പോടാ. ഓ, ദാ പോണു. അമ്മമ്മ കയറി കിടന്നേ. എന്തിനാ കൊച്ചി ഇപ്പൊ കിടക്കുന്നേ? കിടക്കാൻ പറയുന്ന കിടന്നാ മതി. കിടക്ക്. കാലി കയറ്റി വൈ, നീട്ടി വൈ. കണ്ണടയ്ക്കാൻ. ഇനി ഞാൻ പറയുന്ന പോലെ മതി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. അമ്മൂമ്മ, വെള്ളം വേണോ? വെള്ളം കുടിച്ച അവളിനി വല്ലതും പറഞ്ഞാലോ? വേണ്ട.
കിടന്നു വന്നാ പിന്നെ